ആയിഷ, പ്രോഗ്രാം ചെയർമാൻമാർ, മറ്റ് കൺവീനർമാർ, ജോസ് ഓദറ, വ്യായാമം ചെയ്യാൻ ഒരു ക്ലബാണ് മെക്സവനിലൂടെ നൽകിയിട്ടുള്ളത്. അതിലൂടെ ജനമനസ്സുകൾ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ജൈനനാവട്ടെ, ബുദ്ധനാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, ഏത് ആദർശത്തിന്റെ ആളാവട്ടെ, യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും അടക്കം 7 വ്യത്യസ്ത വ്യായാമ ബ്രാഞ്ചുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈ 21 വ്യായാമങ്ങള് 25 മിനിറ്റിനകം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ നാടിന്റെ പരിച്ഛേദമായ ജനങ്ങളൊക്കെ സ്നേഹത്തോടെ പരസ്പരം പുഞ്ചിരിക്കുകയും കൈകൊടുക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുമ്പോൾ ലോകത്തിന് സമ്മാനിക്കുന്നത് ആരോഗ്യത്തിനോടൊപ്പം ഒരു സ്നേഹ വസന്തമാണ്, ഒരു പുതിയ സംസ്കാരമാണ്. മാത്രമല്ല, ഇന്ന് എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും നമുക്ക് സമയമില്ല കൂട്ടരെ ആ ഭാഗത്തേക്ക് നോക്കാൻ. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിനോടകം ജീവിതശൈലി രോഗങ്ങളായ പ്രഷറും പ്രമേയവും കൊളസ്ട്രോളും ക്രിയാറ്റിനും അതുപോലെ തന്നെ ശാരീരിക വേദനകളും ഇരിക്കാനും നടക്കാനുമുള്ള ശേഷിയുടെ പ്രശ്നങ്ങളും അടക്കം പരിഹരിച്ചുകൊണ്ട് ലോക റെക്കോർഡിട്ട ഒരു വ്യായാമ സംസ്കാരത്തിന്റെ വക്താക്കൾക്ക് മറ്റൊന്നും നോക്കാൻ നേരമില്ല. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. 10 ലക്ഷത്തിലധികം ആളുകൾ ഈ മെക്സവൻ എന്താണെന്നും പുതിയ പ്രസ്താവനകളിലൂടെ കോടിക്കണക്കിന് ആളുകൾ മെക്സവനെ മനസ്സിലാക്കിയ സാഹചര്യത്തില് പലരും മെക്സവൻ എന്താണെന്ന് അറിയാതെ സ്റ്റുഡിയോ റൂമുകളിൽ ഇരുന്ന് നമ്മൾ വിമർശിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷ്യം ഒന്ന് മാത്രമാണ്. മെക്സവൻ എന്ന പേര് കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ കയറി നോക്കും, ആ മെസ്സേജ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും, ചാനലിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. നമുക്ക് അതല്ല പണി. നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. നമുക്ക് ഇപ്പൊ ഇവിടെ പ്രതിപാദിച്ചതുപോലെ 100 കണക്കിന് സെന്ററുകൾ ഈ പ്രദേശത്ത് മാത്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ സമൂഹത്തിന് ആവശ്യം സ്നേഹത്തോടെ നിൽക്കുന്നവരാണ്. ഒരുമയെ തകർക്കാൻ 1 ലിറ്റർ അല്ല 100 ലിറ്റർ പാലിലും ഒരു തുള്ളി വിഷം പാർന്നാൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് നമുക്കറിയാം. പറ്റുമോ? അതേപോലെ വിഷമാർന്ന മനസ്സ് എന്തിനേയും വിമർശന ബുദ്ധിയോടെ സാധിക്കുന്ന അതിബുദ്ധിമാന്മാരുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബുദ്ധി, ഓവറായിട്ടുള്ള തിങ്കിങ് ഒക്കെ മാറ്റിവെച്ച് ഇവിടെ എങ്ങനെയാണോ നമ്മളൊക്കെ ചേർന്ന് നിന്നത്, എങ്ങനെയാണോ ജോസേട്ടൻ ഈ പരിപാടിയെ നിയന്ത്രിക്കുന്നത്, 2012 തുടങ്ങി ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ 10 വർഷത്തെ തന്റെ നിരന്തര നിരീക്ഷണങ്ങൾക്കൊടുവിൽ ശരീരത്തെ ഉണർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്താൻ, ഓട്ട വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിന് പുത്തൻ ഉണർവ് നൽകി, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഉണർത്തി നിങ്ങൾക്ക് പുതിയൊരു ആവേശവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന, ശരീരത്തെ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങളെ ചിട്ടയോടെ നമുക്ക് പരിശീലിപ്പിച്ച് തന്ന് അത് 2022 നിങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് പച്ചക്കൊടി വീശിയപ്പോ KT മുസ്തഫയിലൂടെയും ഈ ഇരിക്കുന്ന മാനുവിലൂടെയും ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദിയുടെയും അഷ്റഫ് പണ്ടോണയിലൂടെയും NK മാസ്റ്ററുടെയും ഈ അതിരാവിലെ 3:30 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം വന്ന നാസർ സാഹിബും അതേപോലെ തന്നെ ഹമീബ് സാഹിബും ഫൈസലും അതേപോലെ സിദ്ദീഖ് മാസ്റ്ററും സൈക്കോളജിസ്റ്റ് എന്നോടൊപ്പമുള്ള അബ്ദുൽ ഖാദർ സാഹിബും അടക്കം ഈ കൂടെ വന്നിട്ടുള്ള എല്ലാ ജനങ്ങളും ഇത് ഏറ്റെടുത്തത് കൊണ്ടാണ് 1 ൽ നിന്ന് 700 യൂണിറ്റ് ഒരൊറ്റ വർഷം കൊണ്ട് മെക്സവൻ ഉണ്ടാക്കാൻ സാധിച്ചത്. അതില് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്ററുടെ കോൺട്രിബ്യൂഷൻ അല്ല. ഈ ഇരിക്കുന്ന ഈ യൂണിഫോം അണിഞ്ഞ് എന്തിനാണ് യൂണിഫോം എന്ന് ചോദിച്ചവരുണ്ട്. എന്തിനാണ് ഞാൻ 200 രൂപ ചെലവാക്കുന്നതെന്ന് ചോദിച്ചവരുണ്ട്. 500ഉം 1000ത്തിനും മീൻ വാങ്ങാൻ ആർക്കും പ്രശ്നമില്ല. ഒരു നേരം നിന്നാ രാവിലെ ഫ്ലഷ് അടിക്കുന്ന ഭക്ഷണം കഴിക്കാൻ നമുക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു സംസ്കാരത്തിന്റെ വക്താക്കളായി ഞങ്ങൾ നടക്കുമ്പോൾ ഇവിടെ പ്രസംഗകർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ യൂണിഫോം ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ പോകുന്നത് കാണുമ്പോ എന്താണെന്നറിയാൻ വന്നിട്ടാ ഞങ്ങൾ ഇതിന്റെ വക്താക്കളായതെന്ന്. രാവിലെ പട്ടി കടിക്കാൻ ഓടിച്ചപ്പോ രക്ഷപ്പെടാൻ കയറിയ വീട്ടുകാരൻ തോളിൽ കൈയിട്ടാണ് ഡോക്ടർ മുജദ്ദിദി സാഹിബിയെ മെക്സവന്റെ ഗ്രൗണ്ടിലേക്ക് സമീർ മാനുവിന്റെ മുമ്പിലേക്ക് എത്തിച്ചതെന്ന് അറിയുമ്പോ ഇന്ന് 100 കണക്കിന് യൂണിറ്റുകൾ തുടങ്ങാൻ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇവിടെ വയനാട് ജില്ലയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഫൈസൽ സാഹിബും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള മാസ്റ്റർ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ആ നാടില് എന്നാണ് ഒരു ഉദ്ഘാടനം. ഇതിലും വലിയ സംഗമം എപ്പോഴാണ് ഇവിടെ നടത്താൻ പറ്റുക എന്നാണ് ഇപ്പൊ അസ്ലം മാസ്റ്റർ. നമുക്ക് വെല്ലുവിളിയില്ല, അദ്ദേഹത്തിന് നടത്താൻ സാധിക്കുന്ന ഞങ്ങൾക്ക് പരിപൂർണ്ണ ഉറപ്പുണ്ട്.
കാരണം എന്താ? സ്നേഹത്തോടെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ 1 രൂപ പോലും ഫീസ് വാങ്ങാതെ, അതും ഒരു തെറ്റായിട്ട് പലരും ഇപ്പൊ കാണുന്നുണ്ട്. ഫീസ് ഇല്ലാതെ ഇവർക്ക് എവിടെ നിന്നാണ് പൈസ? ഇവിടെ ഒരു പൈസയും വേണ്ട. പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് ആധുനിക ബിസിനസ്സുകാരൊക്കെ ചിന്തിക്കുന്നത്. കാരണം പണമല്ല, സ്നേഹമുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പ്രയാസമില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് നിൽക്കുന്ന പുതിയൊരു സാമൂഹിക മാനം നമുക്കുണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഈ കെട്ടകാലത്ത് മറ്റുള്ളവന്റെ തെറ്റ് മാത്രം പ്രൊജക്ട് ചെയ്യുന്ന ലോകത്ത് നിന്ന് സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന, എന്നോടൊട്ടി നിൽക്കുന്നവൻ എന്റെ അപ്പുറത്തുള്ള രാഷ്ട്രീയക്കാരനായാലും എന്റെ അപ്പുറത്തുള്ള സമുദായക്കാരനാണായാലും അവന്റെ നരമ്പിലോടുന്ന ചോരയും എന്റെ നരമ്പിലോടുന്ന ചോരയും ഒരു ഗ്രൂപ്പാണെങ്കിൽ, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവന്റെ ഒരു തുള്ളി ചോര എന്റെ ജീവരക്തമാണെന്ന തിരിച്ചറിവ് മെക്സവന്റെ ടീം അംഗങ്ങൾക്കുണ്ട്. അതുണ്ടാവണം. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സ്നേഹവും തകർക്കുന്ന ഒന്നിനെയും മെക്സവൻ തകരാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല, മുന്നോട്ട് അനുവദിക്കില്ലെന്ന് പറയാൻ മാത്രമല്ല, ഒരു വിഭിന്ന സംസ്കാരമായ സംഗമ ഭൂമിയിൽ ഒരേ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥന നടത്തുന്ന സലാഹുദ്ദീൻ സാറും ശശീന്ദ്രൻ സാറും നമ്മുടെ ചീഫ് ട്രെയിനറും അടങ്ങുന്ന ആളുകൾ ഇതിനെ ഏറ്റെടുത്ത് ഇതിനെ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ, ഇവരൊക്കെ നമുക്ക് മുന്നോട്ട് വെക്കുന്നത് മതമൈത്രിയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശത്തിനൊപ്പം നാം ഇന്ന് അനുഭവിക്കുന്നത് അരി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പണം കൊടുത്ത് മരുന്ന് വാങ്ങുന്നവരെ നിങ്ങൾ മെക്സവൻ നൽകുന്ന സന്ദേശം, രാവിലെ പ്രഭാത വ്യായാമത്തിന്റെ ഒക്കെ ബെനിഫിറ്റ് ഹാൾ എൽറോഡും റോബിൻ ശർമ്മയും ഒക്കെ എഴുതുന്ന പുസ്തകങ്ങളും പ്രഭാത വ്യായാമത്തെ പറ്റിയും പ്രഭാതത്തെ സജീവമാക്കുന്നതിനെ പറ്റിയിട്ടും മഹാന്മാരൊക്കെ പറഞ്ഞ പുസ്തകങ്ങളും വായിക്കുന്നതിനോടൊപ്പം രാവിലെ ഒക്കെ ഒന്ന് കടന്നു വന്ന് വ്യായാമം ചെയ്ത് നിങ്ങളുടെ ദിനത്തിൽ പ്ലാനിങ്ങോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മനസ്സിൽ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻഡോർഫിനും ഡോപ്പമിനും ആസിറ്റോസിനും സിറോട്ടിനും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു സ്നേഹവും മാനസിക ധൈര്യവും വേദനകളും വിഷമങ്ങളും മറക്കാനുമുള്ള കഴിവുമൊക്കെ ഏറ്റുപിടിച്ച് സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഈ ഒരു സംസ്കാരത്തെ എന്തൊക്കെ കൊടുങ്കാറ്റ് വന്നാലും വെല്ലുവിളി വന്നാലും ആര് വിമർശിച്ചാലും അതേ ഭാഷയിൽ വിമർശിക്കുന്നതിന് പകരം സ്നേഹത്തോടെ നമുക്ക് അവരോട് സംവദിക്കാം. അവരെ മെക്സവൻ സെന്ററുകളിലേക്ക് സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം, ജീവിതം തുറന്ന പുസ്തകമാണ്. അത് കാണട്ടെ, പഠിക്കട്ടെ. സ്നേഹത്തോടെ നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമയിലെ നന്മയായി സ്നേഹമരമായി നമുക്ക്